GCDAക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ്. വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതിലെ അഴിമതി ഉണ്ടെന്ന പരാതിയിലാണ് അന്വേഷണം. കൊച്ചി സ്വദേശി നൽകിയ പരാതിയിന്മേലാണ് നടപടി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ആദ്യ മീറ്റിംഗിൽ അനുമതി നൽകിയില്ലെന്ന് തീരുമാനിച്ചുവെന്നും പിന്നീട് അനുമതി നൽകിയെന്നുമൊക്കെ കഥകൾ പുറത്തു വന്നിരുന്നു നൃത്ത പരിപാടിക്ക് GCDA. ഇപ്പോൾ എന്തുകൊണ്ട് അവർക്ക് കുരുക്ക് വീഴുന്നു? ജിജീഷ്. കൃഷ്ണരാജ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. അവിടെ നൃത്ത പരിപാടിക്ക് അനുമതി നൽകുന്നതിലും അടക്കം GCDA സ്റ്റേഡിയം വിട്ടു നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് എസ്റ്റേറ്റ് വിഭാഗം ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. കാരണം കായിക പരിപാടികൾക്കിടയിൽ ഇത്തരത്തിൽ നൃത്ത പരിപാടിക്ക് അവിടെ അനുമതി നൽകുന്നത് വലിയ തോതിൽ സ്റ്റേഡിയം അല്ലെങ്കിൽ മറ്റ് മത്സരങ്ങൾക്ക് സജ്ജമാകാത്ത തരത്തിലേക്ക് സ്റ്റേഡിയത്തെ മാറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അനുമതി നൽകരുത് എന്ന് കർശനമായി തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു തീരുമാനവും അവരുടെ ഒരു നിർദ്ദേശവും എല്ലാം മറികടന്നുകൊണ്ടായിരുന്നു GCDA ചെയർമാൻ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങളിലേക്ക് കടന്നത്. അങ്ങനെയാണ് അവിടെ അനുമതിക്കായി പ്രത്യേകമായി തന്നെയുള്ള ഇടപെടലുകൾ GCDA ചെയർമാന്റെ ഭാഗത്തു നിന്ന്, കെ ചന്ദ്രൻപിള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തലത്തിൽ പോലും അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ചെഷയർ ടാർസൻ എന്ന പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൂടി പരാതിക്കാരൻ വിജിലൻസിന് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിന് വേണ്ടി പ്രാഥമിക ത്വരിത അന്വേഷണത്തിനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചതും വിജിലൻസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് GCDA ചെയർമാനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ നടപടികളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു സ്റ്റേഡിയത്തിലും വിജിലൻസ് സംഘം പരിശോധന നടത്തുകയും ചെയ്യും. കാരണം സ്റ്റേഡിയത്തിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒപ്പം തന്നെ മറ്റ് അനുമതികൾ അത് നിയമാനുസൃതം പൂർത്തിയാക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. രാഷ്ട്രീയ തലത്തിലും അത്തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ തന്നെയായിരുന്നു. ആദ്യം പോലീസ് അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ, സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെയാണ് ഉള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ GCDA ചെയർമാനെതിരെ എത്രമാത്രം കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന സംശയമുണ്ട്. അത് വിജിലൻസ് ആണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഘട്ടമാണ്. എങ്കിൽ കൂടി കൂടുതൽ ഒരു വിശദമായ ഒരു അന്വേഷണം അതിലൂടെ പുറത്തു വരേണ്ടതുണ്ട് കാര്യങ്ങൾ എന്നാണ് ചെഷയർ ടാർസൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടന്നിരിക്കുന്നതും നിരവധി പ്രധാനപ്പെട്ട ചില മൊഴികൾ രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഈ വിവാദ നൃത്ത പരിപാടിയിൽ GCDAക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് നീങ്ങുന്നു. വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതിൽ അഴിമതി ഉണ്ട് എന്ന പരാതിയിന്മേലാണ് അന്വേഷണം. കൊച്ചി സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.